ഹലോ ഗൈസ്, നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്തിട്ടല്ല, മിനിമലായിട്ട് കുറച്ചൊരു 3 to 4 പ്രൊഡക്ട്സ് മാക്സിമം യൂസ് ചെയ്തിട്ടുള്ള ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പം ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. എൻ്റെ സ്കിൻ എന്ന് പറയുന്നത് ഒരു കോമ്പിനേഷൻ ടൈപ്പ് സ്കിന്നാണ്. അപ്പോൾ ഞാൻ എപ്പോഴും മേക്കപ്പ് പ്രൊഡക്ട്സ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് സ്കിൻ കെയർ പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പ്രെപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് ബ്യൂട്ടി ഓഫ് ജോസിൻ്റെ ഫോക്കസ് ആവുന്നില്ലല്ലോ ബ്യൂട്ടി ഓഫ് ജോസിൻ്റെ ടോണർ, പിന്നെ അതിൻ്റെ തന്നെ സിറം, പിന്നെ നമ്പർ 7 മോയ്സ്ചറൈസറാണ്. അങ്ങനെ നമ്മൾ സ്കിൻ കെയറിന്റെ സ്റ്റെപ്സ് ഒക്കെ കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു അവർഗ്ലാസിന്റെ കൺസീലർ ആണ്. ഇത് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിനും കണ്ടടിയിലും പിന്നെ നെറ്റിയിലും ജസ്റ്റ് ഒരു ഐബ്രോക്ക് ഒരു ഡെഫിനിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കണ്ട സ്ഥലത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറില്ല. എനിക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമ്പോൾ എന്തോ ഒരു ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് ഫീൽ ചെയ്യും. അത് എനിക്ക് മര്യാദയ്ക്ക് ചെയ്യാൻ അറിയായിട്ടാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഇനി ഞാൻ കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. ബ്ലെൻഡ് ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യുന്നത് നോർമൽ ബ്ലെൻഡറാണ്. ഇത് ഞാൻ സോക്ക് ചെയ്തിട്ട് നന്നായിട്ട് സ്ക്വീസ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഇതുണ്ടാവും. അപ്പോൾ നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഓൾമോസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് എത്രത്തോളം ബ്ലെൻഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ബ്ലെൻഡ് ചെയ്യണം. എക്സ്ട്രാ പ്രൊഡക്ട്സ് ഒക്കെ റിമൂവ് ആക്കണം. അല്ലെങ്കിൽ നമ്മൾ മറ്റേ ഈ ചതിക്കാത്ത ചന്തുല്ലേ ഒരു സെലിംഗമാറില്ലേ, അതുപോലെ ആയി പോകും. മാക്സിമം നമ്മൾ ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു ഈവൻ ടോൺ ആക്കി വെക്കണം മൊത്തം ഫേസ്. ഐബ്രോ ഒന്ന് ജസ്റ്റ് ഡിഫൈൻ ചെയ്യാം. എനിക്ക് ഓൾറെഡി ബ്രോസ് കുറവാണ്, അതുകൊണ്ട് ഞാൻ ഒരുപാട് കട്ടിയിൽ എഴുതൂല. കാരണം കട്ടിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് മറ്റേ ഭയങ്കര പിള്ളേർന്ന് പോലെ ലൈഫ്, അതാണ് അങ്ങനെ ഒരുപാട് കട്ടിയിൽ എഴുതൂല. ജസ്റ്റ് അങ്ങനെ ഐബ്രോ കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ജസ്റ്റ് ഒരു ഐ ഷാഡോ അപ്ലൈ ചെയ്യുക ലൈറ്റ് ആയിട്ട്. ഞാൻ അതിന് നമ്പർ 7 പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഐ ഷാഡോ അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഐലൈനർ അപ്ലൈ ചെയ്യാം. ഇത് ഐബ കോസ്മെറ്റിക്സിൻ്റെ ഒരു ഐലൈനറാണ്, പക്ഷെ നല്ലതാണ്, വാട്ടർ പ്രൂഫാണ്. നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ കണ്ണെഴുതി കഴിഞ്ഞ് നമുക്ക് മസ്കാര അപ്ലൈ ചെയ്യാം. മസ്കാര ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു സെഫോറയുടെ ഒരു മിനിയാണ്. എനിക്കിത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടി കിട്ടിയതാണ്. ജസ്റ്റ് ഒരു മിനിയാണ്, പക്ഷെ നല്ലതായിട്ട് നമുക്ക് വോളിയം ഫീൽ ചെയ്യുന്ന ഒരു മസ്കാരയാണിത്. അങ്ങനെ നമ്മൾ ഐ മേക്കപ്പ് കഴിഞ്ഞു. എനിക്കൊന്നും അങ്ങനെ ഓവറായിട്ട് ഫീൽ ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ബ്ലഷും, എൻ്റെ ഫേവറേറ്റ് ബ്ലഷും ഹൈലൈറ്ററും അപ്ലൈ ചെയ്യാം. ബ്ലഷ് ഞാനിവിടെ എടുത്തത് റെയർ ബ്യൂട്ടിയുടെ വണ്ടർ എന്ന് പറഞ്ഞ ഷെയ്ഡിലുള്ള ഒരു ബ്ലഷാണ്. നമ്മൾ ബ്ലഷ് ഇട്ട് കഴിഞ്ഞു. നമ്മളിനി അടുത്തത് ഇടാൻ പോകുന്നത് റെയർ ബ്യൂട്ടിയുടെ തന്നെ ലിക്വിഡ് ഇലൂമിനൈസർ ആണ്. ജസ്റ്റ് നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യും. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോ ഉണ്ട്. എനിക്കിപ്പോഴും ഇങ്ങനെ ഗ്ലോയി ആയിട്ടുള്ള ഒരു മേക്കപ്പാണ് ഇഷ്ടം. അപ്പം നല്ല ഗ്ലോ ഉണ്ട് ഫേസിന്. കണച്ചിരിക്കുന്നത് വെട്ടിത്തിറങ്ങും. നെക്സ്റ്റ് സ്റ്റെപ്പ് ലിപ്സ്റ്റിക് ആണ്. ഇതെൻ്റെ റീസെൻറ്റ് ഫേവറേറ്റ് ലിപ്സ്റ്റിക് ആണ്. ഇത് മാക്കിൻ്റെ ചില്ലി എന്ന് പറഞ്ഞ ഷെയ്ഡാണ് 602. അപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് സെറ്റിംഗ്സ് സ്പ്രേ വെച്ച് അപ്പം നമ്മളെ എല്ലാ സ്റ്റെപ്പും കഴിഞ്ഞു. ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ